നീ രഹസ്യമായി കരയുന്ന ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരസ്യമായ മറുപടി ഉണ്ടാകും. തലമുറയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി, അടുത്ത വഴി തുറക്കപ്പെടുവാനായി കണ്ണുനീരൊഴുക്കുന്ന ദൈവവേദലേ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണുനീർ അവിടുന്ന് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ തലയിലെ തലമുടി നാരുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. എത്ര തലമുടി എൻ്റെ തലയിലുണ്ട് എനിക്കറിയില്ല, ഞാൻ എണ്ണിയിട്ടില്ല. പക്ഷേ അതുപോലും എൻ്റെ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. സോ എത്രമാത്രം നമ്മെ അടുത്തറിയാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ, പ്രാർത്ഥനാ മുറിയിൽ നീ അറിയാതെ ചങ്കുപൊട്ടി കരഞ്ഞപ്പോൾ നിന്റെ കണ്ണുകളിലൂടെ ഒഴുകിയ ആ കണ്ണുനീർ തുടയ്ക്കുവാൻ ആണിപ്പാടേറ്റൊരു കരം ഇറങ്ങി വന്നത് എത്രയോ തവണ നീ അനുഭവിച്ചിട്ടുണ്ട്. ആ കരം നിന്നെ കരം പിടിച്ചു നടത്തും. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കരം പിടിച്ചു നടത്തുന്നത് പോലെ ആ കരം നിന്നെ പിടിച്ചു നടത്തും. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന ദൈവം. ആ വിഷയത്തിൻ്റെ മേൽ നീ കരയേണ്ടവരില്ല. തലമുറയുടെ വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ട് കരയുന്ന ഏതോ മാതാപിതാക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വിഷയത്തിൻ്റെ മേൽ നീ കരയേണ്ടവരില്ല. ദൈവത്തിൻ്റെ തീർപ്പ്, ദൈവത്തിൻ്റെ മറുപടി നിന്നെ നോക്കി ശീഘ്രമായി വന്നുകൊണ്ടേയിരിക്കുന്നു.